അപ്പോൾ ശൈഖുന ഇയാളോട് പറഞ്ഞു, ഭക്ഷണം അവിടെ നിന്ന് ഇറക്കി വെക്കരുത്, ഞാൻ പറഞ്ഞിട്ട് ഇറക്കിയാൽ മതി. അങ്ങനെ ചോറും പയറൊക്കെ വേവിച്ച്, വേറൊന്നുമില്ല, ചോറും അതിക്ക് കൂട്ടാൻ പയറും, അത് രണ്ടും വേവിച്ച് അവിടെ അങ്ങനെ വന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞ് ആരും പോകണ്ട, ചോറ് വെച്ചിട്ട് പോകാൻ. ഇവിടെ ആകെയുള്ളത് ഈ കുറച്ച് പയറും കുറച്ച് ഒരു നായിൻ്റെ ചോറുമാണുള്ളത്, വേറൊന്നുമില്ല. അപ്പോഴേക്ക് മുറ്റം നിറച്ചു ആളുകൾ, മുറ്റത്തും പറമ്പിലൊക്കെ എല്ലായിടത്തും ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ശൈഖുന പറഞ്ഞ് ആ ചോറും പയറും എടുത്തു കൊണ്ടുവരും. അത് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞ് എടുത്തു കൊണ്ടുവന്ന് പയറ് ചോട്ടിൻ്റെ കാലത്ത് കണ്ടിട്ടിട്ട് ഒന്നായിട്ട് കുഴച്ച് കയ്യേറ്റ് ശൈഖുന തന്നെ കുഴച്ചിട്ട് ഈ വന്ന ആളുകളൊക്കെ ഇങ്ങനെ ലൈന് നിർത്തി, വരി നിർത്തിയിട്ട് അതിൽ നിന്ന് ആദ്യം ഒരു പിടി എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞു. അപ്പോൾ ധാരാളം കാക്കകൾ വന്ന് അതിങ്ങനെ തിന്ന് പോയിക്കോളും തന്നെ, അവരൊക്കെ പാറിപ്പോയി. വന്ന ആളുകളെ നിർത്തിയിട്ട് അവർക്കൊക്കെ ഓരോ പിടി ഇങ്ങനെ വാരി കൊടുത്തു. എല്ലാവരും ആ ഒരു പിടി ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും വയറ് നിറഞ്ഞു. ആ ഒരു പിടി ചോറാണ്, എല്ലാവർക്കും വിശപ്പ് മാറി, നല്ല റാഹത്തായി. ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പാത്രത്തിൽ പിന്നെ അത്രപ്പോരം ചോറും വയറും ബാക്കിയുണ്ട്. ومن اليسير سقاوات عما جيشه حتى كتفه ويسيره لم ينفذي. ശൈഖുന പിന്നെ വയനാട്ടിലൊരു വീട്ടിൽ പോകാറുണ്ടായിരുന്നു, കല്ലായി മുഹമ്മദ് എന്നയാളെ പേര്. ആ വീട്ടിൽ ചെന്നതിന്റെ തുടക്കം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ വീട്ടുകാരനായ ആള് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ. ആകെ 4 സെന്റ് സ്ഥലവും അതിലൊരു ചെറിയ ചെറ്റക്കൂടിൽ അതിൽ കുറച്ച കാപ്പി മരങ്ങൾ. മഗ്‌രിബിന്റെ ശേഷം അവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഈ കാട്ടുപന്നി ആക്രമിക്കും, അങ്ങനത്തെ സ്ഥലം. ഇയാൾ പെരിയിൽ വളരെ കഷ്ടപ്പാടാണ്, പട്ടിണിയായിട്ട് ഭാര്യ ഇങ്ങനെ നിർബന്ധിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കി, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് പോയി നോക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് പോയി നോക്കി എന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഇയാള് ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എവിടേക്കാ നടക്കുന്നത് ഇയാൾക്ക് ഒരു പിടുത്തമില്ല. പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ നടക്കുമ്പോൾ മുന്നിൽ ഒരാളിങ്ങനെ നടന്നു പോകുന്നത് കാണുന്നു. അപ്പൊ ഇയാൾ നോക്കുമ്പോൾ ആ നടത്തത്തിൽ ഇങ്ങനെ വല്ലാത്തൊരു കൗതുകമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ആളിങ്ങനെ നടക്കുന്നത് ഒരടി വെച്ച്, കുറച്ച് സമയം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് വെച്ച്, കുറച്ച് സമയം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് വെച്ച്, ഇങ്ങനെ സാവധാനം ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചാണ് നടക്കുന്നത്. പക്ഷെ ഈ ബാക്കിൽ നടക്കുന്ന ഇയാള് ആ മനുഷ്യന്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് എത്ര സ്പീഡിൽ നടന്നിട്ട് എത്തണില്ല. അദ്ദേഹം നടക്കുന്ന എങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച്, കുറച്ച് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് വെച്ച് അങ്ങനെ നടക്കുന്നത്. ഇയാൾ എത്ര സ്പീഡിലാണ് എത്തണില്ല. അവസാനം ഇയാൾ ഓടിയിട്ടും എത്തണില്ല. അപ്പോഴും മൂപ്പര നടക്കണം അങ്ങനെ തന്നെയാണ്. ഇയാൾ കുറെ ഓടിയിട്ട് ഇയാൾ ഇങ്ങനെ കുഴഞ്ഞ അവസ്ഥയിലെത്തിയപ്പോ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അസ്സലാമു അലൈക്കും. അപ്പൊ ഇയാൾ വഅലൈക്കും അസ്സലാം, നമ്മൾ പെരിക്ക് പോകല്ലേ എന്ന് വെച്ചു. ആ പോകുന്നതന്നെ ഇയാൾക്കതാ ചോദിക്കാൻ തോന്നിയത്. ഇയാളൊരു പടുനാടനാണ്, പടുനാടൻ, ഒരു വിവരമില്ലാത്തൊരു നാടനാണ്. അങ്ങനെ വീട്ടിൽ പോയി ഞാൻ പറയാണ്, വീട്ടിൽ ചെന്ന് നോക്കുമ്പോ അവിടെ വീട്ടിൽ ആ ഒരു കട്ടിൽ ഒരു റൂമുള്ളത്, പിന്നെ അതിന്റെ അടുക്കള ഉള്ളത്. ചെന്ന് ഭക്ഷണം കൊടുക്കാൻ ഒരു സാധനം വീട്ടിലില്ല. രാത്രി വൈകുന്നേരം ചെന്ന് അവിടെ ചെന്നപ്പോൾ കട്ടൻ ചായ കാപ്പി എന്താണുള്ളത് ഉണ്ടാക്കി കൊടുത്ത് അത് കുടിച്ച് അങ്ങനെ ആ കട്ടിൽമ ഇയാൾക്ക് ആരാ വന്ന ആളെന്നൊന്നും അതും അറിയില്ല. ഇയാളൊരു പടുനാടനാണ്. വന്ന ആളെ കട്ടുമ്പോ കിടത്തി ഇയാളും ഭാര്യയും തായം കിടന്നു. കാരണം വേറെ കിടക്കാൻ സ്ഥലമില്ല. രാവിലെ ആയപ്പോൾ ആളുകൾ അങ്ങനെ വരുന്നുണ്ട്. മടവൂർ CM വലിയുള്ളതിൻ്റെ ഇവിടെ എന്ന് വെച്ചാണ്ട് പിന്നെ അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാണ് ഈ വന്ന ആള് ഇതാണ് ആള്. ഇയാൾക്ക് ധാരാതൊന്നും അറിയില്ലോ. അപ്പൊ വന്ന ആളുകളോടൊക്കെ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാം, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഇയാളെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും ഒരു മണി അരിയില്ല. ലോഹുറുവാൻ കൊടുക്കാനായപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ കടയിൽ പോയിട്ട് കുറച്ച് അരിയും പയറും കടം വാങ്ങിയാണ്ട് കൊണ്ടുവരും. പീടിയിൽ നിന്ന് കടം വാങ്ങിയിട്ട് കാശ് കൊടുക്കാത്തതുകൊണ്ട് പീടിയക്കാരൻ കടം കൊടുക്കൽ നിർത്തിയതാ. ആയിക്കോട്ടെ, ഞാൻ പോയി നോക്കാൻ തന്നെ. അപ്പൊ പീടിയക്കാരനോട് ചെന്ന് ഇങ്ങനെ ഒരാളുണ്ട്, അതുകൊണ്ട് ചോറുണ്ടാക്കാനൊരു മാർഗമില്ല, എന്തെങ്കിലും നിങ്ങൾ തരണം, കടം തരാം, ഞാൻ കാശ് തരണ്ട്. അപ്പൊ അയാൾ കുറച്ച് അരിയും പയറും കൊടുത്ത് അത് കൊണ്ടുവന്ന് ഇവിടെ വേവിക്കാൻ വെച്ചു. അപ്പൊ ശൈഖുന ഇയാളോട് പറഞ്ഞു, ഭക്ഷണം അവിടെ നിന്ന് ഇറക്കി വെക്കരുത്, ഞാൻ പറഞ്ഞിട്ട് ഇറക്കിയാൽ മതി.
അങ്ങനെ ചോറും പയറൊക്കെ വേവിച്ച്, വേറൊന്നുമില്ല, ചോറ് വൈക്ക് കൂട്ടാനും പയറും, അത് രണ്ടും വേവിച്ച് അവിടെ അങ്ങനെ വന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞ് ആരും പോകണ്ട, ചോറ് വെച്ചിട്ട് പോകാൻ. ഇവിടെ ആകെ ഉള്ളത് ഈ കുറച്ച് പയറും കുറച്ച് ഒരു നായിൻ്റെ ചോറുമാണുള്ളത്, വേറൊന്നുമില്ല. അപ്പോഴേക്ക് മുറ്റം നിറച്ചു ആളുകൾ, മുറ്റത്തും പറമ്പിലൊക്കെ എല്ലായിടത്തും ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ശൈഖുന പറഞ്ഞ് ആ ചോറും പയറും എടുത്തു കൊണ്ടുവരും. അത് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞ് എടുത്തു കൊണ്ടുവന്ന് പയറ് ചോട്ടിൻ്റെ കാലത്ത് കണ്ടിട്ടിട്ട് ഒന്നായിട്ട് കുഴച്ച് കയ്യേറ്റ് ശൈഖുന തന്നെ കുഴച്ചിട്ട് ഈ വന്ന ആളുകളൊക്കെ ഇങ്ങനെ ലൈന് നിർത്തി, വരി നിർത്തിയിട്ട് അതിൽ നിന്ന് ആദ്യം ഒരു പിടി എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞു. അപ്പോൾ ധാരാളം കാക്കകൾ വന്ന് അതിങ്ങനെ തിന്ന് പോയിക്കോളും തന്നെ, അവരൊക്കെ പാറിപ്പോയി. വന്ന ആളുകളെ നിർത്തിയിട്ട് അവർക്കൊക്കെ ഓരോ പിടി ഇങ്ങനെ വാരിക്കൊടുത്തു. എല്ലാവരും ആ ഒരു പിടി ഭക്ഷണം കഴിച്ച എല്ലാവർക്കും വയറ് നിറഞ്ഞു. ആ ഒരു പിടി ചോറാണ്, എല്ലാവർക്കും വിശപ്പ് മാറി, നല്ല റാഹത്തായി. ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പാത്രത്തിൽ പിന്നെ അത്രപ്പോരം ചോറും വയറും ബാക്കിയുണ്ട്. ومن اليسير سقاوات أما جيشه حتى كتفه ويسيره لم ينفذي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് ധാരാളം ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ സംഭവം മങ്കൂസ് മൗലിദിൽ പറഞ്ഞ വരിയാണത്. ആ ഇത്തിബായുള്ള മഹാന്മാരാണ്, അവർക്കത് കൊടുക്കാൻ കഴിയും. അങ്ങനെ ശൈഖുന പോയി. പിന്നെ ഒരിക്കൽ വന്നിട്ട് ഇയാളോട് പറഞ്ഞു, ഒരുപാട് ചാക്കുകൾ വേണം. ചാക്ക് എന്തിനാ ചാക്ക് എന്ന് പറയില്ല, കുറേ ചാക്ക് കൊണ്ടുവന്ന് ഇയാളോട് പറഞ്ഞു ഇനിയും വേണം ചാക്കുകൾ, ഇനിയും ധാരാളം ചാക്കുകൾ കൊണ്ടുവന്ന് കുറേ ചാക്ക് കൊണ്ടുവന്ന് അതൊക്കെ ശൈഖുനന്റെ ഇയാള് ഒരു വീട്ടിന്റെ ചെരുവിൽ അവിടെ കൂട്ടിയിട്ട്, വേറെ വർത്താനൊന്നുമില്ല, ശൈഖുന പോയി ചാക്കൊക്കെ കൂട്ടിയിട്ട് പോയി. പിന്നെ നോക്കുമ്പോൾ ആ കാപ്പി കുറഞ്ഞ കാപ്പി മരങ്ങളാണുള്ളത്. ആ കാപ്പി മരത്തിൽ കാപ്പി ഇങ്ങനെ ഉണ്ടായി പഴുത്ത് കൊയ്യലൊടങ്ങി. ഇയാൾ ഈ കാപ്പി കൊയ്യുന്നതൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ കാപ്പി കൊയ്യുന്നത് എടുത്തിട്ട് ചാക്കിൽ വാരി നിറയും. അപ്പൊ ചാക്ക് നിറയും, ആട് കെട്ടി അവിടെ കൊണ്ടുപോയിക്കും. പിന്നെ വന്ന് നോക്കുമ്പോൾ പിന്നെ ഉണ്ടാവും അത്ര പോരം കാപ്പി കൊയ്ഞ്ഞെടുക്കും. അതും വാരി അടുത്ത ചാക്കിൽ നിറക്കും. അങ്ങനെ ഈ കൂട്ടിയിട്ട ചാക്ക് മുഴുവനും നിറഞ്ഞിട്ടും കാപ്പി തീരുന്നില്ല. ഇയാള് ലോറി വിളിച്ചിട്ട് അവിടുന്ന് കോഴിക്കോട്ടേക്ക് കാപ്പി കയറ്റണം. ഇയാളോട് അതിന്റെ മുമ്പ് നിങ്ങൾ ഇനി ജോലിക്കൊന്നും വേണ്ട, ഇയാൾ നല്ല തുണി പാക്ക് മാറ്റിക്കനോ പെരിപട്ടിനാണ് വേറെ ആ അവസ്ഥയിലുണ്ടായത്. അങ്ങനെ ഇയാൾക്ക് നല്ല ഐശ്വര്യം അല്ലാഹു തആല ശൈഖുനാണ് നല്ല ഐശ്വര്യം കൊടുത്തു.